ഇന്ന് നാം ഭജിക്കുന്നു ഗോതമ്പ്. എങ്ങനെ ജനിക്കുന്നു ചെറിയ വിത്തുകളിൽ നിന്ന് പൊന്നിറത്തിലുള്ള ധാന്യങ്ങളിലേക്ക് ഗോഗിയും ചിനുവും കാണിക്കുന്നു അതിന്റെ ശക്തി. ഗോതമ്പ് എങ്ങനെ മൃദുവായ വെളുത്ത മാവാകുന്നു. പ്രഭാത വെളിച്ചത്തിൽ ചെറിയ വിത്തുകൾ ഗോഗി അവയെ സൂക്ഷ്മമായി നടുന്നു. ചിനു നിരനിരയായി വെള്ളമൊഴിക്കുന്നു. ചെറിയ തൈകൾ വളരുന്നത് കാണുന്നു. പച്ചമുളകൾ മേലേക്ക് ഉയരുന്നു. സൂര്യപ്രകാശമുള്ള ആകാശത്തേക്ക് നീളുന്നു. ദിവസം തോറും ഗോതമ്പ് പൊന്നിറമാകുന്നു. കാട്ടിൽ മെല്ലെ ഇളക്കി നൃത്തം ചെയ്യുന്നു. വിത്തിൽ നിന്ന് മുളയിലേക്ക്, പച്ചയിൽ നിന്ന് പൊന്നിലേക്ക് ഗോതമ്പിന്റെ കഥ തുറന്നു പോകുന്നു. ചൂടുള്ള സൂര്യപ്രകാശത്തിൽ ഉയർന്ന് വളർന്ന് പ്രകൃതി സാവധാനം തന്റെ മായാജാലം നടത്തുന്നു. കൊയ്ത്തുകാലം വയൽ തിളങ്ങി നിൽക്കും. ഗോഗി ഗോതമ്പ് കൃത്യമായി കൊയ്യുന്നു. ചിനു പൊന്നിറമുള്ള കതിരുകൾ പിടിക്കുന്നു. ഒരിക്കൽ കയ്യിലെ വിത്തുകളായിരുന്ന ധാന്യങ്ങൾ കെട്ടുകൾ ട്രക്കിലേക്ക് കയറുന്നു. പാടവഴിയിലൂടെ മെല്ലെ നീങ്ങുന്നു. കല്ലുകൾ ചുറ്റുന്ന മില്ലിലേക്ക് പുതിയ അധ്യായം തുടങ്ങുന്നു. വെട്ടു കെട്ടു അയച്ചു പോകൂ. ഗോതമ്പിൻ പുതിയൊരു ദിവസം തുടങ്ങുന്നു. വയലിൽ നിന്ന് വഴിയിലേക്ക് യാത്ര ഒഴുകുന്നു. അതെവിടേക്ക് പോകുമെന്ന് എല്ലാവർക്കും അറിയാം. മില്ലിൽ കല്ലുകൾ ചുറ്റിത്തിരിയുന്നു. ധാന്യങ്ങൾ മൃദുവായ വെളുത്ത കൂമ്പാരമാകുന്നു. മഞ്ഞുപോലെ മെല്ലെ വീരുന്നു. വച്ചുമുഴുകൈന്തും വീണ്ടും പുഞ്ചിരിക്കുന്നു. ചൂടും പ്രകാശവും നിറഞ്ഞ അടുക്കളയിൽ മാവ് മൃദുവായി നന്നായി കുഴയ്ക്കുന്നു. റൊട്ടി രുചികരമായി പൊങ്ങി വരുന്നു. അവസാന പടി എത്തിയിരിക്കുന്നു. അരയ്ക്കൂ, ഉരുളൂ, ചൂടോടെ വേവിക്കൂ. ഓരോ ധാന്യവും രൂപം മാറിയിരിക്കുന്നു. പൊൻവയലുകളിൽ നിന്ന് പങ്കിടുന്ന ഭക്ഷണത്തിലേക്കും ഗോതമ്പിന്റെ മായാജാലം എല്ലായിടത്തും എത്തുന്നു. ഒരു ചെറിയ വിത്ത് നീണ്ടൊരു യാത്ര നമ്മെ ശക്തരാക്കുന്ന ഒരു ഭക്ഷണമാകുന്നു. പ്രകൃതി കൂട്ടായ്മ, കരുത, സ്നേഹം, ഭൂമിയിൽ നിന്ന് വളരുന്ന ഒരു സമ്മാനം. ഗോഗിയും ചിനുവും സന്തോഷത്തോടെ കൈയടിക്കുന്നു. ഭജനം അവരുടെ ഹൃദയം ലഘുവാക്കി. വയലിൽ നിന്ന് മാവിലേക്ക്, വിത്തിൽ നിന്ന് പത്തിലേക്ക്. ഗോതമ്പിന്റെ യാത്ര നമ്മുടെ വരസം തുടങ്ങിയിരിക്കുന്നു.